അരിപ്പൊടി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുത്താലോ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ വട്ടയപ്പവും നല്ല അടിപൊളി ചിക്കൻ കറിയും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കപ്പി കാച്ചിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ ചേർത്തിട്ടുണ്ട്, ഏകദേശം 1/4 കപ്പ്. അതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മൊത്തമായിട്ട് നമുക്ക് 3 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ല, നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിനെ ശരിക്കും കപ്പി കാച്ചിയെന്നാണ് കേട്ടോ പറയുക. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വയ്ക്കുക. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 3 ഏലക്ക, 3-4 ഏലക്ക ചേർക്കാം. പിന്നെ 1 അല്ലി മാത്രം വെളുത്തുള്ളി ചേർക്കാം, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് അതിനൊന്ന് അരച്ചെടുക്കുക. ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മാവുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കൂടെ ബാക്കിയുള്ള അരിപ്പൊടി. അപ്പോൾ മൊത്തം നമ്മൾ 3 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് മധുരത്തിലാണ് വേണ്ടെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂൺ മാത്രം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിനാണ് കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്താൽ വേഗം അരഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്ക് 1-1.5 മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഒരു ഇഡ്ലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചൂടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഒരു 4 മണിക്കൂറൊക്കെയാണ് എനിക്ക് കറക്റ്റായിട്ട് പൊങ്ങാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് പഴയതാണെങ്കിലും തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ട് മാവ് മേലെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും ഈ മാവ് വെച്ചിട്ട് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനായിട്ട് ഒരു സ്റ്റീമർ വേണം. ഒരു ഇഡ്ലി ചെമ്പോ എന്തെങ്കിലും എടുത്താൽ മതി. അതിലേക്ക് നമുക്കൊരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ വട്ടയപ്പം നന്നായിട്ട് നമുക്ക് വെന്തതിൻ്റെ ശേഷം ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് പ്ലേറ്റിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പം ഞാനത് വേവിച്ചിട്ടുണ്ട്. ഇതൊന്നൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെന്ന് മനസ്സിലാവുകയാണെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ഇത് ഇളക്കിയെടുക്കാൻ. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയുടെ കൂടെ വട്ടയപ്പം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല കിഡിലെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.